ശ്രീമദ് ഭാഗവതം ക്ലാസ് 300 സ്കന്ധം 11 8ാമത്തെ അധ്യായമായിട്ട് മലമ്പാമ്പ് മുതലായ ഗുരുനാഥന്മാരാണ്. ആത്മീയ ഗുരുനാഥന്മാരാരാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കി തരികയാണ്. ഒരു സന്യാസി ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത് അവനിലൂടെ തന്നെയാണ്. പ്രകൃതിയിലുള്ള എല്ലാ സംഭവവികാസങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് പ്രകൃതിയിൽ നിന്ന് അവൻ പഠിക്കണം. അവൻ്റെ ഗുരു പ്രകൃതിയാണ്. അല്ലാതെ ഒരാത്മീയ ഗുരുനാഥനും ബ്രഹ്മസാക്ഷാത്കാരം ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണെന്നെല്ലാം പറയുകയല്ലാതെ അങ്ങേർക്ക് പോലെ എന്താണ് ബ്രഹ്മമെന്ന് മനസ്സിലാവില്ല. കാരണം ഋഷികൾക്ക് പോലും മനസ്സിലായില്ല. പിന്നെ അവർക്കും അറിയില്ല. അവർക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ, അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അവരും കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് വിട്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ഗുരു, യഥാർത്ഥ ഗുരു ഏതാണ്? പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ കാണുകയാണ്. അങ്ങനെ കുറേ ഗുരു ഏതെല്ലാണെന്നും ജലം ഗുരുവാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ മലമ്പാമ്പ് തൊട്ടിട്ട് അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം മലമ്പാമ്പും ഗുരുവാണ്. അപ്പം ആ ബ്രാഹ്മണൻ പറയുകയാണ്, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവധൂതൻ. അപ്പം ഇത്തരത്തിലുള്ളവരാണ് ബ്രാഹ്മണൻ. ബ്രഹ്മരഹസ്യം മനസ്സിലാക്കുന്നവർ എല്ലാം ഉപേക്ഷിച്ചിട്ട് ജീവിതം മിഥ്യയാണെന്ന് പറഞ്ഞു പോകുന്ന അവരും ബ്രാഹ്മണരാണ്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കാൻ പോകുന്നവരും ബ്രാഹ്മണരാണ്. അദ്ദേഹം പറയുകയാണ്, ശരീരികൾക്ക് മനുഷ്യ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ മൂലം ലഭിക്കുന്ന സുഖം ഏതൊന്നുണ്ടോ അതുപോലെ ദുഃഖവും സംഭവിക്കുന്നു, നരകത്തിൽ പതിക്കുന്നതിന് ഇടയാക്കുന്നു. അല്ലേ? ദുഃഖവും സുഖം പോലെ തന്നെ ദുഃഖവും ജീവിതത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഇന്ദ്രിയങ്ങൾ മൂലം. ശരീരികൾക്ക് മനുഷ്യ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ മൂലം ചിലപ്പോൾ സുഖം കിട്ടും, അത് സ്വർഗസുഖമായിട്ട് തോന്നും. ചിലപ്പോൾ കിട്ടുന്നത് നരക ദുഃഖമായിരിക്കും. അതിനാൽ ഇന്ദ്രിയ സുഖത്തെ ആഗ്രഹിക്കരുത്. ഇന്ദ്രിയങ്ങൾ ചിലപ്പോൾ ഒരു സ്വർഗസുഖമാരി തോന്നും, പിന്നെ അധിക സമയത്തായിരിക്കും നരകമാരിയാണ്. ദുഃഖങ്ങൾ ഉണ്ടാക്കി നരകത്തിൽ ഇട്ട മാതിരിയായി തീരും. അതുകൊണ്ട് ഇന്ദ്രിയ സുഖത്തെ ആഗ്രഹിക്കരുത്. 2, മലമ്പാമ്പിനെ പോലെ ഉദാസീനനായി രുചിയുള്ളതോ രുചിയില്ലാത്തതോ എന്ന് നോക്കാതെ ചെറുതായാലും വലുതായാലും ലഭിച്ചത് ആഹാരമായി ഭുജിക്കണം. മലമ്പാമ്പ് അങ്ങനെ അവിടെ അടഞ്ഞ് ഒരു മൂലക്കങ്ങ് കൂടും. എന്തെങ്കിലും അതിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ പിടിച്ചു തന്നു. അത് ചെറുതായാലും വേണ്ടിയില്ല, വലുതായാലും അതിനത് മതി. അതുപോലെ രുചിയുള്ളതും ആകാം, രുചിയില്ലാതെ. അതിന് രുചിയൊന്നൊരു പ്രശ്നമില്ല. എന്താണോ വരുന്നത് അതിനെ പിടിച്ച് തിന്നു. അതുപോലെ സന്യാസത്തിൽ തിരിയുന്നവരും എന്ത് കിട്ടിയാലും വേണ്ടിയില്ല, കിട്ടുന്ന തിന്നിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്താണ് കിട്ടുന്നത് അത് തിന്നു. അത് ചിക്കൻ ഫ്രൈ ആയാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. ഒരു മുഷ്ടി ആഹാരം ലഭിച്ചില്ലെങ്കിൽ തന്നെ വലിയ പാമ്പ് പോലെ, അതായത് മലമ്പാമ്പ് പോലെ, ഒരു നേരം ഒരു മുഷ്ടി തിന്നേണ്ട ഭക്ഷണം പോലും ലഭിച്ചില്ല എന്ന് വെച്ചോ, എന്ത് വേണം? മലമ്പാമ്പ് പിന്നെ പോയി തിന്നാൻ വേണ്ടി നടക്കുന്നില്ല, അവിടെ കിടക്കും, ചുരുണ്ടുകൂടി കിടക്കും. ലഭിച്ചത് ഭക്ഷിച്ചിട്ട് ഭക്ഷണത്തിന് പ്രയത്നിക്കാതെ, അത് കിട്ടുമെങ്കിലേ തിന്നുള്ളൂ. കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അത് എണീച്ച് കിടന്നിട്ട് പോയി പിടിക്കാൻ നടക്കുകയൊന്നുമില്ല. ലഭിച്ചത് ഭക്ഷിച്ചിട്ട് ഭക്ഷണത്തിന് പ്രയത്നിക്കാതെ അനേക ദിവസങ്ങൾ കിടന്നുകൊണ്ട് തന്നെ ഇരിക്കണം. ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ അങ്ങ് ഇരുന്നേക്കുക. ഇലയിൽ കിടക്കുകയാണെങ്കിൽ കിടന്നോളുക. കുറേ ദിവസം ഭക്ഷണം ഇല്ലെങ്കിൽ ചത്തൊന്നും പോവില്ല. കിട്ടുമെങ്കിൽ തിന്നുക. ചാവുന്നുണ്ടെങ്കിൽ ശരീരമല്ലേ ചാവുന്നത്. എന്തിനാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത്? ശരീരത്തെ എല്ലാം വിട്ടവനാണല്ലോ. അപ്പം മലമ്പാമ്പിനെ പോലെ കിട്ടുമ്പോൾ എന്തെങ്കിലും മതി, അല്ലാതെ അതിന് വേണ്ടി നടക്കരുത്. അപ്പം ആത്മീയത്തിലേക്ക്, ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന ജോലി അത്ര സുഖമുള്ളൊന്നും അല്ല പറയുന്ന മാതിരി. ഇതിനാരാ തയ്യാറാൻ പോകുന്നത്? ഇതെല്ലാം കേട്ടാൽ തന്നെ പിന്നെ ആരും കേൾക്കാൻ പോലും അടിയിരിക്കുമോ? അതുകൊണ്ട് ഇതൊന്നും പറയില്ല. വേറെ എന്തെങ്കിലും നാട്ടുകാരും പറയും.
4 ഇന്ദ്രിയബലം, മനോബലം, ദേഹബലം ഇവയോടുകൂടി ഇരുന്നും കിടന്നും ഉറക്കമില്ലാത്തവനായും ഇന്ദ്രിയങ്ങളോടുകൂടി ഇരുന്നാലും ഇന്ദ്രിയ വ്യാപാരങ്ങളെ ചെയ്യരുത്. അപ്പം അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്, കണ്ണൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, കണ്ണുണ്ട്, മൂക്കുണ്ട്. പക്ഷെ കണ്ണുകൊണ്ടൊന്നും കാണാനൊന്നും ശ്രമിക്കരുത്, കേൾക്കാൻ ശ്രമിക്കരുത്, തൊട്ട് നോക്കാൻ ശ്രമിക്കരുത്, ഇന്ദ്രിയങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഇന്ദ്രിയെല്ലാം ഉണ്ട് തന്നെ. അയാൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയതുകൊണ്ട് കണ്ണൊന്നും മൂക്കൊന്നും കേൾക്കാതെയൊന്നും ആയിപ്പോയില്ല. എല്ലാം കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെയാവും. അപ്പോൾ കാണാനൊന്നും നിൽക്കരുത്, കേൾക്കാനും നിൽക്കരുത്, തൊട്ട് നോക്കാനൊന്നും നിൽക്കരുത്. ഇനി 5 മുനിമാർ ചലിക്കാത്ത സമുദ്രം പോലെ പുറമേ തെളിഞ്ഞവരായി. സമുദ്രം ചലിക്കാതെ അങ്ങനെ നിൽക്കും. അപ്പം പുറമേ എന്താണ്? അതുപോലെ മുനിമാരും അല്ലെങ്കിൽ ഈ അവധൂതനിലേക്ക് സന്യാസത്തിലേക്ക് പോകുന്നവര് പുറമേ തെളിഞ്ഞവരായിരിക്കണം. പുറമെ നോക്കുമ്പോൾ ശാന്തമാണ്, ഉള്ളിൽ ഗംഭീരമായ വിചാരത്തോടും. ഉള്ളില് ഗംഭീരമായ വിചാരമുണ്ട്. എന്താണ് ഗംഭീരമായ ഒരു വിചാരം? ബ്രഹ്മസാക്ഷാത്കാരത്തിനാണ് ചിന്തിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ്. അതാണ് ഗംഭീരമായ വിചാരം. ഈ ലോകത്തിലുള്ള എല്ലാം ബ്രഹ്മമാണ്. ആ ഒരു ചിന്തയാണ്. അതിനെക്കാട്ടിയും വലിയ വിചാരം വേറെ ഇല്ല. അഭിപ്രായം പറയാൽ അയാൾ അഭിപ്രായമൊന്നും പറയില്ല, ആരോടും ഒന്നും പറയില്ല, വായും കൂട്ടിയിരിക്കുകയാണ്. ഈ വിധമെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തവന്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരഭിപ്രായം പറയില്ല, ആരോടും മിണ്ടില്ല. അതുകൊണ്ട് എന്താണ് അങ്ങേരുടെ ഉദ്ദേശം, എന്താണ്, അങ്ങ് ആരാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. തേജസ്വിയായതിനാണ്, ഭയങ്കര തേജസ് ഉള്ളവനാണ്. അതുകൊണ്ട് ആർക്കും വിധേയനാവുകയില്ല, ആരും വിധേയനല്ല. അവൻ ഒറ്റക്കാണ്. അവർക്ക് അവൻ ആരെ സഹായവും വേണ്ട. ദേശകാലത്തിന് ഗണിക്കുവാൻ സാധിക്കാത്തവനും രാഗരഹിതനുമായതിനാൽ ആർക്കും വികാരപ്പെടുത്താൻ സാധിക്കാത്തവനും ആയിരിക്കുന്നു. അങ്ങനെ ഇരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അഭ്യസിക്കണം. ദേശവും കാലവും ഒന്നും നോക്കാതെ. നമുക്കെല്ലാം ഓരോ ദിവസവും കലണ്ടർ നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. അവന് ദേശവുമില്ല, കാലവുമില്ല. സൂര്യൻ ഉദിച്ചാലും വേണ്ടിയില്ല, ഉദിച്ചിട്ടേക്കും വേണ്ടിയില്ല. രാഗരഹിതനായി ആർക്കും വികാരപ്പെടാതെ, ആരുമായിട്ടൊരു ബന്ധമില്ലാതെ കഴിഞ്ഞുകൂടുവാൻ ശ്രമിക്കണം, പരിശ്രമിക്കണം. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോകുന്നവൻ ചെയ്യേണ്ടത്. 6 നദികളാൽ സമുദ്രം മാറാത്ത പോലെ. ഇപ്പം എത്ര നദികളും സമുദ്രത്തിൽ പോയി കുത്തി ഒലിച്ച് സമുദ്രത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സമുദ്രം ശാന്തമാണ്. എങ്ങനെയാണോ സമുദ്രം ഉള്ളത് അതുപോലെയാണ്. പക്ഷേ നദികൾ കുത്തി ഒലിച്ച് അതിൻ്റെ അകത്ത് വന്നാലും നദികൾക്ക് സമുദ്രത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാമത്തെയോ മറ്റോ സന്തോഷത്തെയോ ദുഃഖത്തെയോ, കാമം, സന്തോഷം, ദുഃഖം, ഇതൊന്നും കാര്യമാക്കാതെ, അതൊന്നും നമ്മളെ ഏൽക്കാതെ, കാമമോ സന്തോഷമോ ദുഃഖമോ ഒന്നും നമ്മിലേൽക്കാതെ നദികളെപ്പോലെ, നദികളിൽ നിന്ന് പഠിക്കുക, അല്ല സമുദ്രത്തിൽ നിന്ന് പഠിക്കുക. നദികളിങ്ങനെ വളരെ ശക്തിയിൽ വന്ന് പതിക്കും. അതുപോലെ കാമങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളെല്ലാം നമ്മളെ നേരെ ചീറിപ്പാഞ്ഞു വരും. പക്ഷേ സമുദ്രത്തെ പോലെ നാരായണനെ വഹിച്ചിരിക്കണം. സമുദ്രം ഒന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുന്നത് പോലെ നമ്മളും നാരായണനെ ഭരിച്ച് ഇരിക്കണം. 7 ദേവന്റെ മായാരൂപമായ സ്ത്രീയെ കണ്ട് മോഹിക്കുന്നവനും. ദേവന്മാര് നമ്മളെ മയക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീയെ മോഹിക്കാൻ പാടില്ല. അപ്പം മോഹിക്കുന്നവനും
ദേവന്റെ മായാരൂപമായ സ്ത്രീയെ കണ്ട് മോഹിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനും അഗ്നിയിൽ വീഴുന്ന പാറ്റ പോലെ അന്ധകാരമാവുന്ന നരകത്തിൽ പതിക്കുന്നു. സ്ത്രീകളെ മോഹിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനും തീയിൽ വീഴുന്ന പാറ്റ പോലെയാണെന്ന് പറയാണ്. അവരുടെ ജീവിതം കത്തിയെരിഞ്ഞില്ലാതെ പോകും. ഇനി 8, മായ സൃഷ്ടിക്കപ്പെട്ട ഈ സ്ത്രീ സ്വർണം, ആഭരണങ്ങൾ, വസ്ത്രം മുതലായവയെല്ലാം ഇതെല്ലാം മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. മുതലാവിയിൽ മോഹിക്കുന്നവനും, ഇപ്പം സ്ത്രീ മാത്രമല്ല, സ്വർണത്തിൽ, ആഭരണത്തിൽ, വസ്ത്രത്തിൽ മുതലാവിയിലെല്ലാം മോഹിക്കുന്നവനും സുഖസാധന എന്ന് കരുതി, ഇതെല്ലാം സുഖിക്കാനുള്ള സാധനങ്ങളാണെന്ന് കരുതി വഞ്ചിതരാകപ്പെട്ട മനസ്സോടു കൂടിയവനുമായ ദൃഷ്ടിഹീനനായ മനുഷ്യൻ പാറ്റയെ പോലെ നശിക്കുന്നു. അപ്പം ഇതെല്ലാം സുഖിക്കാനുള്ള സാധനങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവൻ അവൻ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വഞ്ചിക്കപ്പെട്ട മനസ്സോടുകൂടി അവസാനം കുറേ അങ്ങോട്ടെത്തുമ്പോൾ അവന് തോന്നും ആദ്യം ഇതെല്ലാം മോഹിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകും. കുറേ കാലം കഴിയുമ്പോൾ തോന്നി ഇതെല്ലാം വെറുതെ എന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്, ഇതിലൊന്നും ഒരാത്മാർത്ഥതയില്ല എന്ന് പിന്നെയാണ് മനസ്സിലാവുക. അങ്ങനെ ദുഷ്ടനായിട്ട്, ദൃഷ്ടിഹീനനായിട്ട്, കാഴ്ചശക്തിയുടെ ദീർഘവീക്ഷണമില്ലാതെ ഇതിൻ്റെ പിന്നാലെ ഓടി നടന്നത് കൊണ്ടാണ് ആ മനുഷ്യൻ എന്തായിത്തീരും? പാറ്റ പോലെ അവസാനം തീയിൽ വീണ് മരിക്കും. ഗൃഹസ്ഥന്മാരെ ഹിംസിക്കുന്നവനായി വണ്ടിനെ പോലെ ജീവിതം നിലനിർത്തുവാൻ മാത്രം ഭക്ഷണം കഴിക്കണം. ഗൃഹസ്ഥന്മാരെ ഹിംസിക്കാത്തവനായിട്ട്, ഉപദേശമാണല്ലോ. അപ്പം ഗൃഹസ്ഥന്മാരെ, മറ്റുള്ളവരെ കുടുംബമെല്ലാം പോറ്റുന്നുണ്ടാവും, ഭാര്യയും മക്കളെയെല്ലാം നോക്കുന്നുണ്ടാവും. അപ്പം ഇതാർക്ക് ബാധകമാണ്? സന്യാസത്തിലേക്ക് തിരിയുന്നവർക്ക് ബാധ്യമാണ്. അപ്പം സന്യാസം പോന്നവൻ മറ്റുള്ള ഭാര്യയും കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ഇതെല്ലാം മിഥ്യയാണെന്നൊന്നും പറയാൻ നിൽക്കരുത്, ഇതെല്ലാം നീ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരാന്നൊന്നും പറയാനൊന്നും നിൽക്കണ്ട. അവർ ജീവിച്ചുകൊട്ടെ. അവർ ഗൃഹസ്ഥന്മാരെ ഹിംസിക്കാത്തവനായി, അവരെ ഹിംസ എന്ന് പറഞ്ഞാൽ വായു കൊണ്ട് പറയുന്നതും ഹിംസ തന്നെയാണ്. അവരെ ഉപദേശിക്കാനൊന്നും നടക്കരുത്. എന്നിട്ട് എന്ത് വേണം? വണ്ടിനെ പോലെ ജീവൻ നിലനിർത്തുവാൻ മാത്രം ഭക്ഷണം കഴിക്കണം. വണ്ട് ഒരു ചെടികളിൽ പോയി അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത്? വളരെ കുറച്ച്. എത്ര പൂമ്പൊടിയാണുള്ളത്, എത്ര തേനാണുള്ളത്, അങ്ങനെ കിട്ടുന്ന കുറച്ച് നിന്നിട്ട് ജീവിച്ചോളണം. 10, വണ്ട് ചെറുതും വലുതുമായ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നത് പോലെ ബുദ്ധിമാനായ മനുഷ്യൻ. അപ്പം വണ്ട് ഒരു ഉദാഹരണമാണ്, നമ്മളുടെ ഗുരുവാണ്. വണ്ട് പഠിപ്പിക്കുകയാണ്. വണ്ടെന്താണ് പഠിപ്പിക്കുന്നത്? ചെറിയ പൂവിലും ചെല്ലും, വലിയ അതിന് ചെറുത് വലുത് എന്നൊന്നുമില്ല. എല്ലാ പൂവിലും ചെന്നിട്ട് അതിന് വേണ്ടത് ശേഖരിക്കുന്നത് പോലെ ബുദ്ധിമാനായ മനുഷ്യൻ ചെറുതും വലുതുമായ ശാസ്ത്രങ്ങളിൽ നിന്ന്, അത് വേദഗ്രന്ഥങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം ഉണ്ട്. വേദത്തിൽ തന്നെ എന്തുണ്ട്? ഭൗതിക ലോകത്തിൽ സുഖമായി ജീവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വലുതും ചെറുതുമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് സാരമായവയെ ഗ്രഹിക്കണം. അതായത് ആത്മാവിനെ പറ്റി ഇവിടെയെല്ലാം പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഗ്രഹിക്കണം. വേദത്തിൽ എല്ലാ ശാസ്ത്രമുണ്ട്, അതുകൊണ്ട് അതൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇത്തരം വിഷയങ്ങളുള്ളത് മാത്രം എടുത്തിട്ട് പഠിക്കണം. അത് ചെറുതും വലുതുമായ അത്തരം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കണം. ഇനി 11, ഭിക്ഷ ലഭിച്ച ഭക്ഷണം. ഭിക്ഷ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കിട്ടുന്നത് കൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്യാസത്തിലേക്ക് ഇരുന്നവരൊക്കെ ആരെങ്കിലും തരുന്നത് കഴിക്കുക.
ഭിക്ഷ ലഭിച്ച ഭക്ഷണം വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് എന്ന് ശേഖരിച്ച് വെക്കാൻ പാടില്ല. അപ്പം ഇന്ന് ഒരാൾ കുറച്ചധികം ഭക്ഷണം തന്നു, പക്ഷെ നമുക്കൊരു പിടിയെ വേണ്ടി ജീവൻ നിലനിർത്താം. അത് കഴിച്ചിട്ട് എന്നാൽ പിന്നെ വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് എന്ന് വെച്ചിട്ട് ശേഖരിച്ച് വെക്കാൻ പാടില്ല, എടുത്ത് കളയണം. പിന്നെ കിട്ടുമ്പം തിന്നാൽ മതി. പിന്നെ വേറെ ആരെങ്കിലും ഭിക്ഷ കൊണ്ട് തന്നാൽ തിന്നാം. അതുകൊണ്ടാണ് വേദങ്ങളിൽ പലയിടത്തും പറയുന്നത് ബ്രാഹ്മണർക്ക് ഭക്ഷണം ദാനം ചെയ്യണം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണരാണ്. ഇങ്ങനെ എല്ലാം വിട്ടെറിഞ്ഞ് പോകുന്നവരെ വന്ന് ചോദിക്കുകയൊന്നുമില്ല. അപ്പം നമ്മൾ അറിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. കാരണം അവൻ ചത്തുപോകും. അതുകൊണ്ട് അറിഞ്ഞങ്ങോട്ട് കൊടുക്കണം. അവരെന്തുകൊണ്ടാണ് നമ്മളെ പരിചരിക്കേണ്ടത്? അവൻ്റെ കർമ്മം തീർന്നത് കൊണ്ടാണ് അവൻ്റെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നത്. എത്രയോ ജനന മരണത്തിലൂടെ അവൻ ഈ ലോകത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടാണ്, അവൻ്റെ കർമ്മം തീർന്നിട്ടാണ് അവൻ പോകുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറി കൊടുക്കണം. ഇതുവരെ ഇപ്പോഴാണ് ഇവൻ്റെ കർമ്മം തീർന്നുകൊണ്ടാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ ഉത്തരവാദിത്തമാണ്. എത്രയോ ജന്മങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി പാടുപെട്ടതാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണന് വിളിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴും കിട്ടുന്ന നേരം മാത്രമായി കഴിക്കുക. ശേഖരിക്കുന്ന പരിപാടിയിൽ ഇത് കിടക്കട്ടെ, ഇപ്പം വിശക്കില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിന്നാന്ന് പറഞ്ഞ് വെക്കരുത്, എടുത്ത് കളഞ്ഞേക്കണം. വിശക്കുമ്പം വേണ്ടുമ്പം കിട്ടുമ്പം തിന്നാൽ മതി. കരത്തെ ഭിക്ഷാപാത്രമായും, അപ്പം കരമാണ് ഭിക്ഷാപാത്രം. വേറെ പാത്രം ഇട്ടിട്ടൊന്നും ചോദിക്കാൻ നടക്കരുത്. കരത്തിൽ അപ്പം എത്രയേ ആവശ്യമുള്ളൂ? ഒരാളെ ജീവൻ നിലനിർത്താൻ ഇത്രയേ ആവശ്യമുള്ളൂ. 2 കൈ കൊണ്ട് നിരത്താൻ. അതുകൊണ്ട് ചിലവർ എന്ന് വെച്ചാൽ കരത്തിലല്ലേ, എന്നാൽ 2 കൈ കൊണ്ട് ചോദിക്കാൻ. 2 കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കിട്ടും. ഇങ്ങനെ ദുർവ്യാഖ്യാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് സ്വയമാണ് തീരുമാനിക്കേണ്ടത്. 2 കൈ കൊണ്ട് വാങ്ങണോ, ഒരു കൈ കൊണ്ട് വാങ്ങണമെന്ന്. 2 കൈ കൊണ്ട് വാങ്ങിയാണെങ്കിൽ അവൻ ആഗ്രഹം തീർന്നിട്ടില്ല, അവൻ യോഗ്യനല്ല ബ്രഹ്മസാക്ഷാത്കാരത്തിന്. ഇനി ഭിക്ഷ സ്വീകരിക്കുന്ന സ്ഥലം എവിടെയാണ്? കൈയാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഒരു കയ്യിൽ എത്രയും കിട്ടും? കുറച്ച് കിട്ടും. ഇത് സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്? ഉദരം മാത്രമായിരിക്കണം. വാങ്ങിയിട്ട് അടുത്ത് സ്ഥലത്തിങ്ങനെ മൂടിപ്പോയി ചെന്നും വെക്കാൻ പറ്റും. ഒരു ഫ്രിഡ്ജ് വാങ്ങി അടുത്ത് വെച്ചിട്ട് കിട്ടുന്നതെല്ലാം വാങ്ങി ഫ്രിഡ്ജിൽ കെട്ടുന്ന വഴിയൊന്നും പോരാ. അത് എവിടെ സൂക്ഷിച്ചോളണം? കിട്ടുന്നത് വേണ്ടത് അപ്പം തന്നെ കഴിച്ചോളുക. ഒരിക്കൽ കിട്ടുന്നത് മതി, കഴിച്ചോളുക. ഉദരത്ത് കൊണ്ടിട്ടേക്കുക. ഉദരം മാത്രമായിരിക്കണം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. യാചിച്ചു കിട്ടുന്നവൻ, ചിലവര് ഇത് കൊണ്ടു കൊടുത്താലാണ്. ചിലവര് ആദ്യഘട്ടങ്ങളിലൊന്നും വിശപ്പ് സഹിക്കാനൊന്നും പറ്റില്ല. സന്യാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ പാമ്പിൻ്റെ മാതിരി ഒരുത്തിയിലിരുന്നിട്ട് ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആദ്യമേ യാചിച്ച് നടക്കും. അപ്പം യാചിച്ച് നടക്കുന്നവൻ 12ലാണ്. വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്കെന്ന് കരുതി സൂക്ഷിച്ചു വെക്കുന്നവൻ നാശമാണ്. അവന് നാശം സംഭവിക്കും. അവനും സൂക്ഷിച്ചു വെച്ചരുത്. യാചിച്ചാൽ ഒരു കയ്യിൽ കിട്ടുന്നത് വാങ്ങുക, കഴിക്കുക, വയറ്റിലിടുക. സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയില്ല, സൂക്ഷിക്കുന്ന വയറ്റിൽ. പിന്നെ പോയിക്കൊള്ളുക. അല്ല, ഒരു ദിവസം പോയി കുറേ യാചിച്ച് എല്ലായിടത്തുനിന്ന് വാങ്ങിക്കെട്ടിയിട്ട് ഇതിലെ ഒരു സഞ്ചിയും ഇപ്പുറം ഒരു ഭിക്ഷാപാത്രവും. നമ്മൾ പറയും സന്യാസിയാണെന്ന്. ഈ സന്യാസി എന്തിനാണ്? എല്ലായിടത്തും പോയി വാങ്ങും, ഈ പാത്രത്തിൽ തുലിസഞ്ചിയിലേക്ക് കയറ്റും. ഇതെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ്. അവനൊന്നും സന്യാസിയൊന്നുമല്ല. പതിമൂന്ന്, സന്യാസി മരത്തിൽ ചെയ്ത സ്ത്രീരൂപത്തെ പോലും കാലുകൊണ്ട് പോലും തൊടരുത്. മരം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ത്രീയുടെ ബിംബം പോലും ഉണ്ടെങ്കിൽ കാലുകൊണ്ട് പോലും തൊടരുത്.
തൊട്ടുപോയ ഏതുപോലെ ആവുമെന്ന് വെച്ചാൽ പെൺ ആനയെ സ്പർശിച്ച ആണാനയെ പോലെയായിത്തീരും. ഒരു പെണ്ണാന ആണാന തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൺട്രോളൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഒരു മരത്തിൻ്റെ സ്ത്രീരൂപത്തെ പോലും തൊടാൻ പാടില്ല. 14. ബുദ്ധിമാൻ തൻ്റെ മരണകാരനായ സ്ത്രീയെ ഒരിക്കലും ആഗ്രഹിക്കരുത്. ബുദ്ധിമാനാണെങ്കിൽ തൻ്റെ മരണത്തിന് കാരണക്കാരി ഇവളാണ്. സ്ത്രീയെ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഇതര ഗജങ്ങളാൽ വധിക്കപ്പെടുന്നത് പോലെ അവൻ ബലമുള്ളവനാൽ കൊല്ലപ്പെടും. ഒരു സ്ത്രീയെ മോഹിച്ചു കഴിഞ്ഞാൽ സന്യാസ സ്ത്രീൻ്റെ പിന്നാലെ നടന്നാൽ എന്താ സംഭവിക്കുക? കള്ള സന്യാസി എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ തല്ലിക്കൊല്ലും. ഒരു പയ്യന്മാർ സ്ത്രീനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കുഴപ്പമില്ല, അതെ ആ പയ്യന്മാരല്ലേ പ്രായത്തിൻ്റെ കുഴപ്പം. ഒരു സന്യാസി ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരാനയെ, ഒരു പെണ്ണാനയെ ഏതെങ്കിലും ഒരു ആണാന ചെന്ന് കഴിഞ്ഞാൽ അതിനെക്കാട്ടി ശക്തിയുള്ള ആന കാണുമ്പോൾ അവനെ തല്ലിക്കൊല്ലും. അതുപോലെ സന്യാസിയും മറ്റുള്ളവർ തല്ലിക്കൊല്ലും. പറയുന്നതിലും വലിയ അർത്ഥത്തിലാണ്. നമ്മളൊരു ആലോചിച്ച് നോക്കും. സന്യാസിനെ കാണുമ്പോൾ നമുക്ക് സന്യാസി ഒരു ബഹുമാനം. അവൻ വന്നിട്ട് പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം കള്ള സന്യാസിയാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടി വിളിച്ചിട്ട് അവനെ തല്ലിക്കൊണ്ടൊന്നും വരാം. പക്ഷെ അത് ഇന്നത്തെ നിയമം അംഗീകരിക്കുന്നില്ല. 15. തേൻ ശേഖരിച്ചവൻ തേൻ എടുക്കുന്നത് പോലെ. തേന് ആ പൂമ്പാറ്റ പാടുപെട്ട് ശേഖരിക്കും, വേറൊരുത്തം വന്ന് തേൻ എടുത്തു കൊണ്ടുപോകും. അതുപോലെ ആര് ധനം സ്വീകരിച്ചു വെക്കുന്നുവോ മറ്റുള്ളവർ വന്ന് അത് അനുഭവിക്കും. അതായത് ഇതൊന്നും പിടിച്ചു പറിക്കുമെല്ലാം അടക്കുന്ന സാധനങ്ങളാണ് ഈ ധനവുമെല്ലാം. അങ്ങനെ കഷ്ടപ്പെട്ട് ശേഖരിച്ച ധനം മറ്റുള്ളവർ അനുഭവിക്കുന്നു, മറ്റുള്ളവരായിരിക്കും അനുഭവിക്കുക. തേനീച്ച പാടുപെട്ട് ശേഖരിക്കുന്ന തേൻ മറ്റു ഉള്ളവർ അനുഭവിക്കുന്നത് പോലെ. ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കണം. സന്യാസി തേനീച്ച കുറേ പാടുപെട്ടിട്ട്, എത്ര തേനീച്ചകൾ പാടുപെട്ടിട്ട് അതുണ്ടാകുന്നത്. കുറേ കാലം മുമ്പ് വിരുത്തം വന്നിട്ട് തേനും എടുത്തു കൊണ്ടുപോകും. ഇതേപോലെയാണ് ധനത്തിൻ്റെ അവസ്ഥയും. ഗൃഹസ്ഥാശ്രമിയുടെ സുഖത്തെ സന്യാസി ഭുജിക്കുന്നു. അതുപോലെയാണ് സന്യാസി. വല്ലവരും ഉണ്ടാക്കിയത് ഭുജിക്കാനായിട്ട് നടക്കരുത്. അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഭൗതികവാദികൾക്കുള്ളതാണ് ധനവും എല്ലാം. ഭൗതിക കാര്യങ്ങളെല്ലാം ഭൗതികവാദികൾക്കുള്ളതാണ്, സന്യാസിക്കുള്ളതല്ല. സന്യാസിക്ക് ഇതിനൊന്നും അർഹതയില്ല. അങ്ങനെയുള്ളൊരു സന്യാസി പെണ്ണിൻ്റെ പിന്നാലെയും ഭക്ഷണത്തിൻ്റെ പിന്നാലെയെല്ലാം പോകുന്നത് അവന് വിധിച്ചതല്ല. അത് തേനീച്ച ഉണ്ടാക്കി വെച്ചത് കക്കുന്ന ആൾക്ക് സമാനമാണ്. ഇതെല്ലാം ഭൗതികവാദികൾ. ഈ ലോകത്തിലുള്ള സുഖങ്ങളും പഴങ്ങൾ, പച്ചക്കറികൾ, സുഖസമൃദ്ധികളെല്ലാം ഭൗതികവാദിക്കുള്ളതാണ്. അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. സന്യാസിക്ക് അധ്വാനമൊന്നും പറഞ്ഞിട്ടില്ല. അവനിതെല്ലാം വിട്ടുപോകാൻ പറഞ്ഞവരാണ്. അവൻ പിന്നെ മറ്റുള്ളവരുണ്ടാക്കിയ ചോറിലും പണത്തിലും ഒന്നും ആഗ്രഹിക്കരുത്. വനത്തിൽ സഞ്ചരിക്കുന്ന സന്യാസി, വനത്തിൽ എന്താണ്? സന്യാസി എപ്പോഴും ഏകാന്തമായ സ്ഥലത്ത് സഞ്ചരിക്കുന്നതാണ് നല്ലത്. ഗ്രാമവാസികൾക്ക് സുഖം നൽകുന്ന ഗീതങ്ങൾ കേൾക്കാൻ പറ്റില്ല. കുറച്ച് പാട്ട് കേട്ടുകൾ, എവിടെയെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ കൊള്ളാം, നല്ല സുഖമുള്ള ഭക്തിഗാനാണെന്ന് വെച്ചോളൂ, കേട്ടുകൂടാ. ഭക്തിനെ സുഖിക്കുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് പാട്ടൊന്നും കേട്ടുകൂടാ. അത് ഈശ്വരഭക്തി ഗാനാണെങ്കിലും കേട്ടുകൂടാ. അത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതാണ്, ചെവിയിലൂട്ട വരുന്നതാണ്.
ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചനാണ്, കേൾക്കാൻ പാടില്ല. അത് വേടന്റെ പാട്ട് കേട്ട് ആകർഷനായ മാൻ ബന്ധനത്തിലായ കഥ പോലെയാണ് എന്ന് പറയുകയാണ്. 18. മനോഹരമായ സ്ത്രീകളുടെ നൃത്തവാദ്യ സംഗീതങ്ങളിൽ ആകൃഷ്ടനായ ഋഷിശൃംഖൻ എന്ന മഹർഷി അവർക്ക് കളിക്കോപ്പായി ഭവിച്ചു. ഒരു ഋഷിശൃംഖന്റെ കഥയുണ്ടായിരുന്നു. അവൻ സ്ത്രീകളുടെ നൃത്തം ഇതെല്ലാം കേട്ടിട്ട് അവസാനം സ്ത്രീകളുടെ കളിപ്പാട്ടം മതിയായിട്ട് മാറി. അപ്പം അവർക്കൊന്നും അതുപോലെ ആകരുത്. ഇനി 19. രസത്താൽ അധികം മോഹം പ്രാപിച്ച് വാസ്തവം അറിയാത്ത ബുദ്ധിയോടുകൂടിയ മനുഷ്യൻ നാവിനുള്ള രുചി അറിഞ്ഞിട്ട് കൊള്ളാം, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊരു സന്യാസി ആ മോഹം പ്രാപിച്ച് വാസ്തവം അറിയാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്ത ബുദ്ധിയോടുകൂടിയ മനുഷ്യൻ വളരെയധികം ക്ലേശത്തെ നൽകുന്ന നാക്കിനെ, ആ നാക്ക് അവൻ എന്ത് ചെയ്യും? വളരെയധികം ക്ലേശങ്ങൾ നൽകും. നാക്കിലെന്താ രുചി കിട്ടുന്ന? ആ രുചി, ഭക്ഷണത്തോടുള്ള താല്പര്യം, അതിൽപ്പെട്ടിരിക്കുന്ന സന്യാസി വളരെ ക്ലേശം അനുഭവിക്കും. ഏതുപോലെ എന്നാൽ നാക്കിൻ്റെ രുചി നോക്കിയിട്ട് മത്സ്യം ചൂണ്ടയിൽ പതിക്കുന്നത് പോലെ. അപ്പം കടൽ തീരത്ത് ഇങ്ങനെ ആടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മത്സ്യത്തെ ചൂണ്ടയിട്ട് പിടിക്കുമ്പം അതിൽ നിന്നൊരു പാഠം പഠിക്കണം. മത്സ്യം ഗുരുവാണ്. മത്സ്യത്തിന് തിന്നേണ്ട ആർത്തി കൊണ്ടാണ് ഈ ചൂണ്ടയിൽ വന്ന് കൊത്തിയത്. തിന്നാനുള്ള അർത്ഥമുണ്ട്. പിന്നെ എന്തായാലും അവസാനം ചട്ടിയിലായി മരണത്തെ പ്രാപിക്കുന്നു. അതുപോലെ നാക്കിൽ രുചി പിടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചൂണ്ടയിട്ട് പിടിക്കുകയാണ് ഭൗതിക ലോകത്തിലേക്ക്. നമ്മൾ സന്യാസമെല്ലാം അവിടെ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നാക്കിനെ ആദ്യം നിയന്ത്രിക്കുക. 20. ബുദ്ധിമാന്മാർ ആഹാരം കഴിക്കാതെ നാവിനെ വർജിച്ചിട്ട് മറ്റുള്ള ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നു. നാക്കിനെ ജയിച്ചാൽ തന്നെ മറ്റുള്ള ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിക്കാം. നാക്കിനെ നിയന്ത്രിച്ചാൽ മതി. രുചി ഇതൊന്നും നോക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടിക്കുന്നത് കുറച്ച് കഴിക്കുമ്പോൾ നമ്മളെ കണ്ണിൻ്റെ കാഴ്ച ശക്തി കുറഞ്ഞു കിട്ടും. ചെവി കേൾക്കുന്നത് ഈ എനർജി ഉണ്ടല്ലോ, കാണുമ്പോൾ അതിൻ്റെ ഇതിനെല്ലാം പിന്നാലെ പോകണം, മോഹം തോന്നുമല്ലോ ഓരോന്നിൻ്റെ പിന്നാലെ. നമ്മൾ പറയുന്നില്ലേ, അവനെന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ തിന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആ എനർജി എവിടെയെങ്കിലും ചിലവാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിയെന്ന് പറയുന്നില്ലേ. പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാണെന്ന് വേറൊരു പറച്ചിലുണ്ട്. തിന്ന് പല്ലിൻ്റെ ഇടയിലെത്തി. പിന്നെ ഈ തീർക്കണ്ടിക്കൽ എവിടെയെങ്കിലും ചിലവാക്കണ്ടേ. അപ്പോൾ വേണ്ടാതെ പലതും തോന്നും. എന്നാൽ തിന്നാണ്ടിരുന്ന് കഴിഞ്ഞാലോ പിന്നെ അങ്ങനെ അങ്ങ് ഇരുന്നോളും. പിന്നെ കാണാനും തോന്നുന്നു, നോക്കാനും തോന്നില്ല. വിശന്നവൻ്റെ അവസ്ഥ എന്താണ്? പിന്നെ അവന് അത് നോക്കാനും ഇത് നോക്കാനും ടി വി നോക്കാനും ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല. അപ്പം നാക്കിനെ നിയന്ത്രിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിന് അവിടെ പോയിരുന്നിട്ട് അവിടുന്ന് കേൾക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഭക്ഷണം തിന്നുന്ന അങ്ങ് ഓർക്കുക. അപ്പം നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളെ കൺട്രോളിൽ വരും. ആഹാരം ഇല്ലാത്തവനെ രസനേന്ദ്രിയം വർദ്ധിക്കുന്നു. അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മളെ നാവ് കുറേ ആക്റ്റീവായിട്ട് വരും. എന്തെങ്കിലും തിന്നണം എന്നുള്ള ചോദ്യം വളരെ ടേസ്റ്റായിരിക്കും. ഭയങ്കര വിശന്ന് കഴിയുമ്പോൾ നാവ് ഭയങ്കര ആക്റ്റീവാണ്. എന്തെങ്കിലും അടുക്കി പിടിച്ച ഉപ്പ് കൂടിയ ഭക്ഷണമായാലും നാവിന് വെക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് പറയും. കാരണം പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പം നാട്ടിൻ്റെ ഇന്ദ്രിയം ആദ്യമെല്ലാം അങ്ങനെയാവും, പക്ഷേ കീഴടങ്ങരുത്. വിശക്കുമ്പോഴും നാക്കിനെ അടക്കി വെക്കുക. എത്ര സുഖമാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ. ഈ നാക്കിനെ അടക്കിയാൽ തന്നെ മതി. 21.
മറ്റുള്ള ഇന്ദ്രിയങ്ങളെ ജയിച്ച പുരുഷൻ ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെല്ലാം കണ്ണിനെയും മൂക്കിനെയും എല്ലാം കേൾക്കാതെയെല്ലാം ജയിച്ച പുരുഷൻ എത്ര കാലം എത്ര കാലം ആയാലും രസനേന്ദ്രിയത്തെ ജയിച്ചില്ലയോ അത്രയും കാലം ജിതേന്ദ്രനായി ഭവിക്കില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകണ്ടെങ്കിൽ ഏത് ഇന്ദ്രിയത്തെ നിയന്ത്രിച്ചാലും ഭക്ഷണം നിയന്ത്രിച്ചില്ലെങ്കിൽ, ഭക്ഷണം നിയന്ത്രിക്കുക എത്രയാണ് പറഞ്ഞിരിക്കുന്ന, ഒരു കയ്യിൽ കിട്ടുന്നത് ആരെങ്കിലും തരികയാണെങ്കിൽ മാത്രം കഴിച്ചോളൂ. എല്ലാ ഭിക്ഷജന്തി നടക്കുകയാണെങ്കിലും ഒരു കയ്യിലുള്ളതേ വാങ്ങാവൂ, തിന്നുക. പിന്നെ ശേഖരിച്ചു വെക്കാനൊന്നും പാടില്ല. പിന്നത്തെ വേണ്ടിക്ക് പിന്നെയും തണ്ടിക്കോ, ഒരിക്കൽ കൈ നീട്ടോ, ജീവൻ നിലനിർത്താൻ മാത്രം. എത്ര എളുപ്പമാണ് ഈ ആത്മീയ പ്രഭാഷണമൊന്നും കേൾക്കണ്ട. ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണെങ്കിൽ ഇതെല്ലാം നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഉടുതുണിയെല്ലാം ഇട്ടിട്ട് പോകുമ്പോഴുള്ള പരിപാടിയാണ് ഈ പറയുന്നത്. ഇങ്ങനെയായിരിക്കണം. ഇരുപത്തിരണ്ടില് വിദേഹ നഗരത്തിൽ പണ്ടൊരു കാലത്ത് ഒന്നുണ്ട്. രസനേന്ദ്രിയത്തെ ജയിച്ചവന് സർവ ജയിക്കപ്പെട്ടവനായി ഭവിക്കുന്നു. ഈ നാക്കിനെ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാത്തെയും ജയിച്ചവനായി മാറി. ഇനി 22 വിദേഹ നഗരത്തിൽ പണ്ടൊരു കാലത്തെ പിങ്കള എന്നു പേരായ ദാസി ഉണ്ടായിരുന്നു. അവളിൽ നിന്നും ഞാൻ പഠിച്ച വിഷയം പറയാം. അപ്പം ജിതേന്ദ്രനായ ഒരു പിങ്കള എന്നൊരു ദാസി ഉണ്ടായിരുന്നു. അവളിൽ നിന്ന് ഞാൻ ചിലതെല്ലാം പഠിച്ചിട്ടുണ്ട്, അത് പറയാം. അപ്പം ഗുരുവാരാണ്? ഈ പിങ്കള എന്ന ദാസിയാണ്. വ്യഭിചാരിയാണ് അവള്. അപ്പം വ്യഭിചാരിയാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വ്യഭിചാരിയിൽ നിന്നും പഠിക്കാനുണ്ട്. ഇവൾ പിങ്കള വ്യഭിചാരിയാണ്, അവളിൽ നിന്നും പഠിക്കുകയാണ് ഗുരു. അപ്പം ആത്മീയത്തിൻ്റെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വേശ്യകളും നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം വ്യഭിചാരിയായ അവൾ ഒരിക്കൽ തൻ്റെ മനസ്സിന് ഇഷ്ടനായ നായകനെ കിടപ്പുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവൾ വ്യഭിചരിക്കുന്നുള്ള ദിവസവും പല പുരുഷന്മാരും, പക്ഷേ ഒരു ദിവസം അവൾ ചിന്തി വെച്ചോ, ഇവന്മാരൊന്നും പോരെ, ഇവന്മാരല്ല, ഏറ്റവും നല്ല പയ്യനെ ആളെ കിട്ടണം, കൊണ്ടമാന സ്വത്ത്, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഒറ്റയടിക്ക് സാധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരാളെ കിട്ടണം എന്ന് വെച്ചുകൊണ്ട് നല്ലവണ്ണം വസ്ത്രം അലങ്കരിച്ച് വീട്ടിൻ്റെ രാത്രി സമയം ഉമ്മറപ്പടിയിൽ നിന്നു, വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ നല്ല ഡ്രസ്സെല്ലാം ചെയ്തു. എന്താണ് ആഗ്രഹം? ഏറ്റവും മനസ്സിനിണങ്ങിയ പുരുഷനെ കിട്ടണം. ധനാഗ്രഹിയായ അവളുടെ അതുവരെയുള്ള കാര്യം പറയുകയാണ്. 24 ധനാഗ്രഹിയായ അവൾ വഴിയിൽ വരുന്ന പുരുഷന്മാരിൽ നിന്ന് ധനവാന്മാരും താൻ ആഗ്രഹിക്കുന്നത് നൽകുന്നതുമായ അവരുടെ ഭോഗയോഗ്യന്മാരാണെന്ന് വിചാരിക്കും. ഇതുവരെ അങ്ങനെയായിരുന്നു. ധനികന്മാരെല്ലാം പോകുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പണമെല്ലാം വേണ്ടുന്ന പണമെല്ലാം തരുന്നു കണ്ടപ്പോൾ വിളിച്ച് അകത്തി കയറ്റും. 25, 26 അങ്ങനെയാണ് അവൾ കഴിഞ്ഞു പോയിരുന്നത്. എന്നിട്ട് അന്യപുരുഷന്മാരോടൊത്ത് ക്രീഡിച്ച് ലഭിച്ച ധനം കൊണ്ട് ജീവിതം നടത്തുന്ന അവൾ, അപ്പോൾ അങ്ങനെയാണ് അവൾ ദിവസവും കഴിച്ചുകൂട്ടിയിരുന്നത്. കിട്ടുന്ന പണമെല്ലാം കിട്ടും, അതുകൊണ്ട് ജീവനം നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അവൾക്കത് പോരാ. ഏറ്റവും ധനസമ്പന്നനും അധിക സമ്പത്ത് നൽകുന്നതുമായ വ്യക്തിയെ പ്രതീക്ഷിച്ച്, അപ്പം ഇങ്ങനത്തെയുള്ളതിനൊന്നും പോരാ. ഇതല്ലേ നാടൻ കോടീശ്വരന്മാർ മാത്രമാണ്, അങ്ങനെ പോരാ. നമുക്ക് ജീവിതത്തിൽ പ്രമോഷൻ കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇങ്ങനെ ഓരോന്നല്ലാണ്, പണം കുറെ കൂടി. ഇവക്കതല്ല ആഗ്രഹം. ഏത് പുരുഷനെ കിട്ടിയാലും ഇതൊന്നും പോരാ, ഇതിനെക്കാട്ടിയും വലിയ ശ്രേഷ്ഠനെ കിട്ടണം. അവളുടെ ആഗ്രഹത്തിന് അതിരില്ലല്ലോ. അപ്പോൾ അവള്
ഏറ്റവും ധനസമ്പന്നനും അധിക സമ്പത്ത് നൽകുന്നതുമായ വ്യക്തിയെ പ്രതീക്ഷിച്ച് അകത്തെ ആ ഉമ്മറപ്പടിയിൽ നിന്ന് അകത്തേക്ക് പോകും, പിന്നെ പുറത്തേക്ക് വരും, പിന്നെ അകത്ത് ആകാംക്ഷയോടുകൂടി ചെയ്തു ദുരാഗ്രഹിയായിട്ട്. ഈ കുറ്റപുരുഷന്മാരെയൊന്നും പോരാ, അത് ശരിയില്ല. നല്ല ഏറ്റവും സുന്ദര എല്ലാം തികഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യ ഇങ്ങനെ ഒരാളെ പോലെയുള്ളത് കിട്ടണം എന്ന് വെച്ചുകൊണ്ട് അവൾ ഉമ്മറപ്പടിയിൽ വേഷം കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. 27 അവളിൽ നിന്ന് പഠിക്കുകയാണ്, ഗുരുവാണ്, പഠിപ്പിക്കുന്നതാണ്. അതെ, ഈ ഉടുതുണിയില്ലാതെ നടക്കുന്ന ഈ സന്യാസി ധനേച്ഛ കൊണ്ട് ഒക്കെ അങ്ങനെയൊന്നല്ലേ ആ പ്രതീക്ഷിച്ച തരത്തിലുള്ള വരുന്നില്ല. നമ്മളിപ്പം വേറെ ഒരു ജോലിയിലെടുക്കുമ്പോൾ നമ്മൾ ദിവസം ഇത് വിടണം, ഇതിൽ വേറെ ജോലിയുണ്ട്, എപ്പോഴും എല്ലാ പേപ്പറും വാങ്ങിയിട്ട് നോക്കിക്കൊണ്ട് ഇതിലും വലിയ ജോലിയുണ്ടോ, ഇതിലും വലിയ ജോലിയുണ്ടോ. ഇവിടെ ആഗ്രഹം ഇതാണ്. മ്ലാനമുഖയായ അവൾക്ക് വരുന്നില്ല, അങ്ങനത്തെ വരുന്നില്ല. വിചാരത്തിന് കാരണഭൂതവും സുഖത്തെ നൽകുന്നതുമായ ഉത്തമമായ വൈരാഗ്യം ജനിച്ചു. അങ്ങനെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ അവളെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് വൈരാഗ്യം എന്ന പുരുഷനാണ്. അതായത് ആ ഉദ്ദേശിച്ചൊന്നും അവളെ കാര്യത്തിൽ നടക്കുന്നില്ല. അപ്പോൾ അവൾക്കെന്തുണ്ടായി? വൈരാഗ്യമുണ്ടായി, ജീവിതത്തോട് മടുപ്പുണ്ടായി. കാരണം അവളുടെ ലക്ഷ്യം എന്താണ്? ഇവന്മാരെയൊന്നും എനിക്ക് വേണ്ട, ഏറ്റവും നല്ലത് വേണം, ദിവസവും ഉടുത്തൊരുങ്ങി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു വരുന്ന മുഴുവൻ ഇങ്ങനത്തെ കക്ഷികളാണ്, കോടീശ്വരന്മാരാണ്. എന്തിന്? കാണാനും വലിയ ഗുണമൊന്നുമില്ല. ഇതൊന്നും പോരാ, എനിക്കെല്ലാം തികഞ്ഞ് എന്നെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നതിനെ വേണമെന്ന് വെച്ചാണ് നടക്കുന്നത്. അവസാന ജീവിതത്തിൽ അതും ഇന്നത്തെ പെമ്പിള്ളേർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കും, 2 ആഴ്ചയാകുമ്പോൾ അതിനെ അങ്ങ് കളയും. ഇവനെന്തെന്ന് ആദ്യം പ്രേമിക്കുമ്പോൾ എന്തല്ലോ ആകുന്നത്, പിന്നെ അടുത്തതുമ്പോൾ ഇവ ശരിയില്ല, ഇനി വേറെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നതിൻ്റെ വേറൊരു രൂപമാണിത്. അവസാനം വയസ്സാം കാലത്ത് ആരും ഉണ്ടാവില്ല. പിന്നെ ആരാണ് ഉണ്ടാവുക? വിരക്തി എന്നൊരുത്തം വരും, ശരി വരും, വിരക്തി. അപ്പോഴാണ് ജീവിതത്തിൽ വിരക്തി വരുന്നത്. അപ്പോഴാണ് ഈശ്വരനെ പറ്റിയുള്ള ചിന്ത വരും. നല്ല നല്ല ഉദാഹരണങ്ങളാണ് പറഞ്ഞ് വൈരാഗ്യം ജനിച്ചു. അവൾ ഉദ്ദേശിച്ച തരത്തിലുള്ള കിട്ടുന്നതിയാണ്. കിട്ടുന്ന നിസ്സാരമൊന്നും കണ്ട ഇതുവരെ നല്ല പടം കിട്ടിയിട്ട് തന്നെയാണ് ജീവിച്ചത്, നല്ല കോടീശ്വരന്മാരെല്ലാം തന്നെയാണ്. പക്ഷെ അത് പോരാ, അവന്മാരൊന്നും കൊള്ളില്ല, അതിന് നല്ല കിട്ടണം. ഇനി 28 വൈരാഗ്യം സിദ്ധിച്ച മനസ്സോടുകൂടിയ അവളുടെ വാസ്തവികമായ വാക്കുകളെ എന്നിൽ നിന്നും കേൾക്കുക. അങ്ങനെ വൈരാഗ്യം വന്നപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ, എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു, അത് കേട്ടുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം മനുഷ്യൻ്റെ ആശാപാശങ്ങൾക്ക് വൈരാഗ്യം എന്ന് പിച്ചാത്തിയെ പോലെ നാശം ഉണ്ടാക്കുന്നു. ഈ വൈരാഗ്യമാണ് മനുഷ്യൻ്റെ ആശാപാശങ്ങളെ മുറിച്ചു മാറ്റുന്ന പിച്ചാത്തിക്ക് സമാനമായ സാധനം. അതായത് വൈരാഗ്യം വരുമ്പോഴാണ് നമ്മൾ എല്ലാ ബന്ധങ്ങളും വിട്ട് പിച്ചാത്തി കണക്കെ ഭാര്യയുമില്ല, മക്കളുമില്ല, വീടുമില്ല, തൊഴിലുമില്ല, ഈ ശരീരത്തെപ്പറ്റി ചിന്തയില്ല, ഉടുതുണികളെടുത്ത് വിളിച്ചു കളയും, എല്ലാം ഒരൊറ്റ പോക്കാണ് കാട്ടിലേക്ക്. വൈരാഗ്യം വന്നാൽ അപ്പോഴാണ് ആത്മീയത, സനാതനധർമ്മം പറയുന്ന ആത്മീയത, അത് സ്വയം ഉണ്ടാകുന്നതാണ്, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഇപ്പം ഇതാണ് ശരിയായ ആത്മീയ, ഇത് കാണുന്നവരും കുറച്ചെങ്കിലും ആത്മീയതയുള്ളവർ ഇത് കാണാൻ നോക്കും. അല്ലാതെ ഒട്ടും ആത്മീയത ഇല്ലാതെ അവർ കാണുമ്പോൾ തന്നെ പൂട്ടി വെച്ചിട്ട് പോകും.
കുറച്ചെങ്കിലും കാണുന്ന ആ ആത്മീയതയിൽ വിശ്വാസമുള്ളവരാണ് ഇത് കാണുക. അവരും ഈ പറയുന്ന അവസ്ഥയിൽ പോവുമോ? കേൾക്കുന്ന എന്തിനാ വേണ്ടിയിട്ടാണ്? ഇതാണ് സംഗതി അല്ലേ എന്ന് സത്യം തിരിച്ചറിയുക എന്ന നിലയിലായിരിക്കും കേൾക്കുന്നത്. അല്ലാതെ ഇത് കേട്ടിട്ട് ഈ വഴിയിൽ പോവൂ, ഈ പറയുന്ന ഞാൻ പോവൂ, ഒരു പോക്കും നടക്കില്ല. എങ്കിൽ പിന്നെ ഇതൊന്നും ഇടേണ്ടാവശ്യമില്ല. വെറുതെ ഷർട്ട് പിടിച്ചെടുത്ത് വിളിച്ച പറഞ്ഞാൽ പോരെ, ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ആ ബാലനെ പോലെ എന്നും പറഞ്ഞുകൊണ്ട് ഇടിയിരുന്നിട്ട് ഞാൻ യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ആ ശരിയായ യോഗ്യതയുടെ അവൻ്റെ അനുഭവം പറയുന്നതെന്നും പറഞ്ഞ് ഇടിയിരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നാളെ യൂട്യൂബ് ചാനൽ പോലും കൂട്ടിപ്പോവും. ചാനൽ പോലും പ്രക്ഷേപണം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സനാതനധർമ്മം പറയുന്ന ആത്മീയത നമുക്കൊന്നും പറഞ്ഞതല്ല. മനസ്സിലാക്കാം, ഇങ്ങനെയൊരു വിഭാഗമുണ്ട്. അതുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ആർക്ക്? ഇതേമാതിരി വൈരാഗ്യം വന്ന വ്യക്തികൾ ഈ കേൾക്കുന്നതിലുണ്ടെങ്കിൽ ചിലപ്പോൾ അതും കാണും. എല്ലാം വീട്ടിൽ എല്ലാം വൈരാഗ്യം വന്നിട്ടാണ് ഇവൻ പറയുന്ന കാര്യം കൊള്ളാം. ഇങ്ങനെ കേൾക്കുന്നവർ നാളെ ചിലപ്പോൾ എല്ലാം അഴിച്ചിട്ടിട്ട് കുടുംബത്തെയും വിട്ടിട്ട് ആ ബ്രഹ്മം പറയുന്ന ഈ വഴിയിൽ പോയെന്ന് വരികയും ചെയ്യാം. പറയാൻ പറ്റില്ല. അനുഭവത്തിലൂടെ ഇവിടെ ഗുരു ഇതാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേശ്യകളിൽ നിന്നും കേൾക്കണം അവരുടെ അനുഭവം. അതിനാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അവർക്ക് വൈരാഗ്യം വന്നു, ഇതെല്ലാം ശരിയാണല്ലോ ഈ കാര്യം, എന്നാൽ പിന്നെ പോയി കളയാൻ ചിലവർക്കും തോന്നിക്കൂടായികയൊന്നുമില്ല. ഈ പറഞ്ഞ എനിക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് ഇപ്പം കാണുന്നൊന്നുമില്ല. ഇത് കേട്ടോണ്ടും ആകാൻ പോകുന്നില്ല. പിന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടം വരുമ്പോൾ എല്ലാം കിട്ടെറിഞ്ഞ് പോകാനുള്ള തോന്നൽ ഉണ്ടായിക്കൂടായികയില്ല. അതാ ശക്തി വിചാരിക്കണം. എപ്പോൾ നിന്റെ ജോലിയെല്ലാം തീർന്ന് എനിക്ക് ഈ ലോകത്തിലൊരു കർമ്മവുമില്ല എന്ന് എന്നിൽ ആഗ്രഹമില്ലാതെ ആക്കുമ്പോൾ ഞാനും കൂട്ടിക്കെട്ടിയിട്ട് ഒരൊറ്റ പോക്കാണ്. ഇനി അതാണ് വൈരാഗ്യം. ഭയങ്കര ഇരുതല മൂർച്ചയുള്ള കത്തിയാണെന്ന് പറയുകയാണ്. ആദ്യം എല്ലാ ബന്ധങ്ങളെയും വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും മറച്ചു മുറിച്ച് അവനൊരൊറ്റ പോക്കാണ് സന്യാസിയായിട്ട്. അജ്ഞാനമില്ലാത്ത മനുഷ്യൻ എങ്ങനെ മമതയെ വിട്ടുകളയാൻ സാധിക്കാതെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ വൈരാഗ്യം സാധിക്കാത്തവൻ ശരീരബന്ധനത്തെ വിട്ടുകളയാൻ ആഗ്രഹിക്കുകയില്ല. അതായത് മമതയെ വിട്ടുകളഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളിലുള്ളത് മമത ആഗ്രഹങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ലെങ്കിൽ, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ, വൈരാഗ്യം വരാത്ത ഒരുത്തന് ഇതൊന്നും ശരീരബന്ധങ്ങളെയൊന്നും മുറിച്ചു മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മമതയെ വിട്ടാൻ പറ്റിയില്ലെങ്കിൽ, മമത ആഗ്രഹങ്ങൾ വിടാൻ കഴിയാത്തവന്, വൈരാഗ്യം വരാത്തവന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ബന്ധങ്ങളൊന്നും വിട്ടെറിഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ആഗ്രഹങ്ങളില്ലാതിരിക്കണം. ആ അവസ്ഥയ്ക്ക് തന്നെയാണ് വൈരാഗ്യം എന്ന് പറയുക. വിരക്തി തോന്നണം എല്ലാത്തോടും. ഇനി പിങ്കള പറയുകയാണ്, മനോജയരഹിതയും. മനസ്സിനെ എനിക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാതരം അജ്ഞാനത്തോടു കൂടിയെന്നൊന്ന് മൂഢനായ ഞാൻ. അജ്ഞാനത്തിൽ പെട്ടുകിടക്കിയായിരുന്നു, മൂഢനുമാണ്. ഉപയോഗമില്ലാത്ത കാമുകനിൽ നിന്നും കാമസുഖത്തെ ആഗ്രഹിച്ചു. ഉപയോഗമില്ലാത്ത കാമുകനിൽ നിന്നും പറഞ്ഞാൽ അവൾ വേറെ എന്തല്ലോ പ്രതീക്ഷിച്ചിട്ട്, അങ്ങനെ ഒരു കാമുകനെ പ്രതീക്ഷിച്ചിട്ട് കാമസുഖത്തെ ആഗ്രഹിച്ചു. ഏതിനെ വിട്ടിട്ട്? 31 പറയുകയാണ്, കാമസുഖം നൽകുന്ന, ആവശ്യമായ അത്യാവശ്യമുള്ള ദാനമെല്ലാം നൽകുന്നവനും, കാമസുഖം നൽകുന്ന വേണ്ട ദാനമെല്ലാം ഉണ്ട്, എപ്പോഴും സമീപത്ത് തന്നെ ഇരിക്കുന്നവനുമായ പതിയെ വിട്ടിട്ട്, ഭർത്താവിനെ വിട്ടിട്ട്.
കാമസുഖം കിട്ടുന്നുണ്ട്, ആവശ്യത്തിനുള്ള പണവും കിട്ടുന്നുണ്ട്. എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാകുന്ന ഭർത്താവിനെ വിട്ടിട്ട് കാമസുഖം നൽകുന്നവനും വേറെ കാമസുഖം നൽകുന്ന സുഖ ദുഃഖം ദുഃഖം, ശോകം, മോഹം ഇവ നൽകുന്നതുമായ ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യുന്നു? അനുഭവിച്ചുവല്ലോ. മറ്റുള്ള പുരുഷന്മാരെ നോക്കി, പക്ഷേ അവരുടെ കാര്യത്തിൽ ഇതെല്ലാമാണ് നൽകുന്നത്. കാമസുഖം നൽകുന്നുണ്ട്, പക്ഷെ ദുഃഖവും പിന്നെ മനസ്സിന് പ്രയാസങ്ങൾ, ശോകം ഉണ്ടാക്കുന്നുണ്ട്, മോഹം ജനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെയെല്ലാം നമ്മളാണല്ലോ ഞാൻ ഇതുവരെ സ്വീകരിച്ചത്. ഇനി 32 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശ്രീലോലനും ധനാഗ്രഹികളായ ദുഃഖത്തിൽ പെട്ടുകിടക്കുന്ന മനുഷ്യർ തന്നെയാണ്. വിലക്കപ്പെട്ട ശരീരത്താൽ ഞാൻ എൻ്റെ വിലക്കപ്പെട്ട ശരീരം അവർക്ക് നൽകിയിട്ട് എന്തിനു വേണ്ടി നൽകി? ധനത്തിനും കാമസുഖത്തിനും ആഗ്രഹിച്ചുവല്ലോ. അങ്ങനെയുള്ള ഞാൻ, അപ്പം എൻ്റെ ഈ ശരീരം മുഴുവൻ ധനത്തിനും കാമത്തിനും വേണ്ടിയിട്ട് ധനമോഹികളായ ശ്രീലോലന്മാരായ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? പരപുരുഷന്മാരുമായി രതിക്രീഡ ചെയ്യുക എന്ന തൊഴിലിൽ ഏർപ്പെട്ടിട്ട് മറ്റുള്ള പുരുഷന്മാരുമായിട്ട് രതിക്രീഡ ചെയ്യുക എന്ന തൊഴിൽ അവളുടെ തൊഴിലായിട്ട് അത് സ്വീകരിച്ചിട്ട് എന്തു പറ്റി? ദേഹം വ്യർത്ഥമാക്കി, കഷ്ടപ്പെടുത്തി. ഈ ദേഹം തന്നെ വ്യർത്ഥമാക്കി അതിനെ കണ്ടമാനം കഷ്ടപ്പെടുത്തുകയും ചെയ്തു. എങ്ങനെയുള്ള ദേഹം? 33 പറയുകയാണ്, എല്ലുകൾ കൊണ്ട് നിർമ്മിച്ച തൂണുകൾ. നമ്മുടെ ശരീരത്തിൽ തൂണുമാരി കുറേ എല്ലുണ്ട്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി ഇങ്ങനെ ഇടുമല്ല, അതുപോലെ കോൺക്രീറ്റിൽ കമ്പി, അതുപോലെ ഈ ശരീരത്തിൽ എല്ല് പോലെയുള്ള കുറേ തൂണുകളും പിന്നെ എന്തുണ്ട്? ത്വക്കുണ്ട്. അതിനെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. രോമങ്ങളുണ്ട്. കൈമല നഖങ്ങളുമായിട്ട് നിർമ്മിക്കപ്പെട്ട ശരീരത്തിൽ എന്തുണ്ട്? മലമൂത്രങ്ങളെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്, നിറഞ്ഞു കിടക്കുകയാണ്. ഈ ശരീരത്തിൽ മലമൂത്രങ്ങളെല്ലാം നിറഞ്ഞുമ്പം ഒഴുകുന്നതുമായ 9 ദ്വാരങ്ങളുണ്ട്. 9 ദ്വാരത്തിലൂടെ അത് ഒഴുകി വരും. ഒന്ന് മലം പോകുന്നത്, ഒന്ന് മൂത്രം പോകുന്നത്. അങ്ങനെ 9 ദ്വാരങ്ങളുണ്ട്. 2 കണ്ണുണ്ടല്ലോ, കണ്ണിലൂട്ട് കണ്ണുനീര് വരില്ല, അത് മലം തന്നെയാണ്. കണ്ണിൽ നിന്നെല്ലാം പുറത്ത് വരില്ല. മൂക്കിലൂട്ടിയും വരും, വായിലൂട്ടിയും വരും, ചുവട്ടിലൂട്ടിയും എല്ലാം വരാതെ 7 എണ്ണായില്ലേ. പിന്നെ മൂത്രവും മലവും പോകുന്ന 2 എണ്ണം. 2 ചെവി 4, 2 മൂക്കിൻ്റെ ദ്വാരങ്ങൾ 6, 1 വായ, 7 എണ്ണായി. 7 മറ്റേ 2 9. അതിലൂടെ എല്ലാം ഈ മലയെല്ലാം പുറത്ത് പോയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യ ശരീരം ഞാനല്ലാതെ അന്യരാരാണ് പ്രാപിക്കുക? ഇതും കൊണ്ട് നടക്കുന്നത് ഞാനാണ്. ഇങ്ങനെ വൃത്തിയായിട്ട ശരീരം കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അവളെ ശരീരത്തെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്. ഈ ശരീരം കൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. മൂഢബുദ്ധിയായി ദുഷിച്ചു പോയ ഞാൻ. 34. ആത്മാവിനെ നൽകുന്ന അച്യുതനേക്കാൾ കാമഭോഗത്തിനെ ആഗ്രഹിച്ചു. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒരാത്മാവുണ്ട്. ആ ആത്മാവിനെ നൽകുന്ന അച്യുതൻ, അതിൻ്റെ അകത്ത് ഒരു അച്യുതനുണ്ട്, ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് ഈശ്വരൻ. അത് ആത്മാവിനെ നൽകും. ആത്മാവിനെ നൽകുക എന്ന് പറഞ്ഞാൽ ആത്മാവ് ആ അച്യുതനിൽ പോയി ലയിക്കും, ബ്രഹ്മസാക്ഷാത്കാരം നൽകും. അതിന് കഴിവുള്ള അച്യുതനെ ഞാൻ മറന്നു. എന്നിട്ട് ഏതിനെ ആഗ്രഹിച്ചു? കാമഭോഗത്തിനെ ആഗ്രഹിച്ചു.
ഈ 35 പറയാണ്, ഈ അച്യുതൻ ശരീരത്തോടു കൂടിയ ജീവാത്മാക്കൾക്ക് സുഹൃത്തായും പ്രിയനായും നാഥനായും ഇരിക്കുകയാണ്, ആത്മാവായും ഇരിക്കുകയാണ്. ഈ ഉള്ളിൽ കിടക്കുന്ന ഈശ്വരൻ ശരീരത്തോടു കൂടിയ ജീവാത്മാക്കൾക്ക്, എല്ലാ ശരീരത്തിലുള്ള ജീവാത്മാക്കൾക്ക്, ശരീരമുള്ള അതിലെ ജീവാത്മാക്കൾക്ക് സുഹൃത്താണ്, പ്രിയനാണ്, നാഥനാണ്, ആത്മാവും ആണ്. ആ അച്യുതനെ എൻ്റെ ആത്മാവിനാൽ ഞാൻ വിലക്ക് വാങ്ങി ലക്ഷ്മിയെ ദേവിയെ പോലെ ആ അച്യുതനോട് രമിക്കുക, അച്യുതനോടുകൂടി ഞാൻ രമിക്കും. അവൾ അവസാനം വിരക്തി വന്നപ്പോൾ അവൾ എത്തിച്ചേർന്ന എന്താണ്? ആ അച്യുതനുമായിട്ട് രമിക്കും. ഇനിയുള്ള കാലം ആ അച്യുതനുമായിട്ട് രമിക്കും. ഏതുപോലെ? എപ്പോഴും ആരിടത്തിലുള്ള ആ ലക്ഷ്മി ദേവി പോലെ. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആത്മാവിനെ കൊണ്ട് തന്നെ, ആത്മാവിനെ കൊണ്ട് വിലക്ക് വാങ്ങും. അതായത് ആത്മാവിനെ അങ്ങേക്ക് കൊടുത്തിട്ട് ആ അച്യുതനുമായിട്ട് ഞാൻ രമിക്കും. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിനെ നീ അവിടെ തീരുമാനിക്കുകയാണ്. ഈ ഉപദേശം കേട്ടിട്ടാണ്, ഈ വേശ്യൻ്റെ ഉപദേശം കേട്ടിട്ടാണ് ഇങ്ങേരും സന്യാസിയായിട്ട് ആ അവസ്ഥയിലേക്ക് എത്തിയത്. 36. ജനന വിനാശത്തോടു കൂടിയ കാമത്തെ നൽകുന്ന മനുഷ്യരും കാലത്താൽ നശിപ്പിക്കപ്പെട്ടവരുമായ കാലത്താൽ നശിപ്പിക്കപ്പെട്ടു പോകുന്ന മനുഷ്യർ ഭാര്യമാർക്ക് എത്രമാത്രമാണ് പ്രിയത്തെ നൽകുന്നത്? ഈ മനുഷ്യര് ഒരു ഭാര്യക്ക്, അതായത് ഭർത്താവായാലും, ഈ ഭർത്താവ് തന്നെ ആയാൽ പോലും ഭാര്യക്ക് എത്ര കാലമാണ് പ്രിയത്തെ നൽകുന്നത്, സ്നേഹം നൽകുന്നത്? എത്ര കാലം? കുറച്ചു കാലം. കല്യാണം കഴിച്ചതിൻ്റെ ശേഷം കുറച്ചു കാലം. എത്ര കാലത്തേക്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറി വന്ന അത്ര കാലത്തേക്ക് പ്രിയം നൽകാൻ ഭർത്താവിന് പോലും പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ഭർത്താവിൻ്റെ വാക്കിൽ ഏതോ ലോകത്ത് പോകും. പിന്നെ ആരാണുള്ളത്? ഈ ശ്രീഹരി എപ്പോഴും ശാശ്വതമായിരിക്കുന്ന ഏതാണ്? ശ്രീഹരി തന്നെയാണ്. ആരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇവള് ആർക്ക്? ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആ വ്യക്തിയുടെ ഗുരുവാണ്. ദുരാശയോടുകൂടി എനിക്ക് സുഖം നൽകുന്ന ഈ വൈരാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ദുരാശയോടുകൂടിയിരിക്കുന്ന എനിക്ക്, അങ്ങനെ ഭയങ്കര ആഗ്രഹം ഒരു പുരുഷനെ കിട്ടാൻ അവൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അതൊന്നും നേടിയില്ല. അവസാനം കിട്ടിയത് ഏതാണ്? ഈ വൈരാഗ്യമാണ്. അത് സുഖം നൽകുന്നതാണ് എന്ന് പറയുന്നത്. ഈ വൈരാഗ്യത്തിലൂടെയാണ് എനിക്ക് സുഖം നേടാൻ പറ്റുന്നത്. അപ്പം വൈരാഗ്യം ഉണ്ടാകണം, എങ്കിലേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ പറ്റുള്ളൂ. അതിലൂടെ ഭഗവാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഭഗവാനാണ് എനിക്ക് വൈരാഗ്യം തന്നത്. അപ്പം നമുക്ക് സ്വയം വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. അത് ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഈ ലോകത്തോട് തന്നെ മടുപ്പ് തോന്നും. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മുടെ കർമ്മങ്ങൾ തീരുമ്പോൾ. നമ്മുടെ കർമ്മം ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഒരു കർമ്മമില്ലാതെ വരുമ്പോൾ. അതെപ്പോഴാണ് വരിക? അത് ആ ഭഗവാൻ തീരുമാനിക്കുമ്പോൾ. അപ്പം ആത്മീയത, ബ്രഹ്മസാക്ഷാത്കാരം എപ്പോഴാണ് ലഭിക്കുക? ആ കൃഷ്ണൻ അല്ലെങ്കിൽ ആ ശ്രീഹരി വിചാരിക്കുന്ന കാലത്ത് നമ്മുടെ കർമ്മം തീരുമ്പോൾ. അല്ലാതെ ആത്മീയ പ്രഭാഷണത്തിലൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറ്റേതാണ്, അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. എല്ലാവരും അവരവരുടെ കുടുംബജീവിതവും നോക്കിയിട്ട് പോയിക്കൊള്ളുക. അവിടെ ചെയ്യുമ്പോൾ നിസ്വാർത്ഥമായിട്ട് ആ കക്ഷിക്ക് വേണ്ടി എന്ന് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുക. അല്ല എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ കഷ്ടപ്പാട് ആയിരിക്കും. 38 ഏതൊരു വൈരാഗ്യം കൊണ്ട് പുരുഷൻ ദേഹം, ഗൃഹം മുതലായവയെല്ലാം അതുമൂലമുണ്ടാകുന്ന അഹങ്കാരങ്ങളെല്ലാം, ആ അഹങ്കാരത്തിൽ നിന്ന് നിൽക്കുന്ന അഭിമാനത്തെയെല്ലാം നശിപ്പിക്കുന്നുവോ? അപ്പം വൈരാഗ്യത്തിലൂടെ പുരുഷൻ എന്താണ് ലഭിക്കുക? ഗൃഹം, ദേഹം മുതലായവയാൽ ഉണ്ടാകുന്ന അഹങ്കാരം,
ഞാനെന്ന അഹങ്കാരം, എനിക്കിന്നേ ഉണ്ട് എന്നുള്ള വീടുണ്ട്, അതുണ്ട് എന്നുള്ള അഹങ്കാരം, ആ അഹങ്കാരത്തിൽ നിന്ന് എന്തുണ്ടാകും? അഭിമാനമുണ്ടാകുമോ? ഞാനെന്തല്ലോ ആണ് വലിയ എന്താണ്. ഇത് നശിക്കും എപ്പോൾ? വൈരാഗ്യത്തിലൂടെ. അപ്പം വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൃഹം, ദേശം, അല്ലെങ്കിൽ ദേഹം മുതലാവയിലുണ്ടാകുന്ന അഹങ്കാരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അഭിമാനത്തിനെ ആ വൈരാഗ്യം എന്ത് ചെയ്യും? മുറിച്ച് കളയും, നശിപ്പിച്ച് കളയും. അപ്പോഴാണ് അവൻ എന്ത് പ്രാപിക്കുന്നത്? മോക്ഷം പ്രാപിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പിന്തുടർന്നാൽ, ഇവള് പറയുകയാണ്, അങ്ങനെ ഞാൻ ആ വഴിയിലൂടെ പോകുമ്പോൾ പിന്നെ ക്ലേശങ്ങൾ എന്നെ ബാധിക്കില്ല. ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയ വൈരാഗ്യത്തെ ശിരസാവഹിച്ചുകൊണ്ട് അവൾ പറയുകയാണ്, ഈ വൈരാഗ്യം എനിക്ക് തന്നത് ആ ശ്രീഹരിയാണ്. അത് ആ വൈരാഗ്യത്തെ ശിരസാവഹിച്ചുകൊണ്ട് ദുരാശയെല്ലാം വിട്ടിട്ട് നിയന്താവായ, എല്ലാത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ നിയന്താവായ വിഷ്ണുവിനെ ഞാൻ ശരണം പ്രാപിക്കും. അപ്പം വൈരാഗ്യം വന്നപ്പോൾ അവൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുകയാണ്, ഇനി വിഷ്ണുവിനെ ശരണം പ്രാപിക്കുക, മറ്റുള്ളതിലൊന്നും താല്പര്യമില്ല. ഈ പരമാർത്ഥ തത്വത്തിൽ ശ്രദ്ധയോടെ യാദൃച്ഛികമായി ലഭിച്ച സന്തോഷം നൽകുന്ന ഭർത്താവായ വിഷ്ണുവിനോടുകൂടി ഞാൻ ക്രീഡിക്കും. പിന്നെ അവൾ ആരോടാണ് ക്രീഡ നടത്തുന്നത്? ഭർത്താവായ വിഷ്ണുവിന്. പിന്നെ അവളുടെ ഭർത്താവ് ആരാണ്? വിഷ്ണുവാണ്. ആ വിഷ്ണുവോടാണ് ക്രീഡ. ഏത് ക്രീഡയാണ്? നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ക്രീഡയല്ല, അതിന് വേറെ മീനിങ് ആണ് ഉള്ളത്. ഒരു നല്ലൊരു ആത്മസംതൃപ്തി, ഏറ്റവും വലിയ, അതാണ് ആനന്ദം എന്നെല്ലാം പറയുന്നത്. ആ ഒരവസ്ഥ എങ്ങനെയുണ്ടാകുന്നു? ആ പരമാത്മ തത്വത്തിൽ ശ്രദ്ധയോടെ നീങ്ങിയിട്ട്, അത് യാദൃച്ഛികമായി കിട്ടിയതാണ്. അങ്ങനെ യാദൃച്ഛികമായി കിട്ടിയ ഭർത്താവിനെ, അതാരാണ്? ശ്രീഹരിയാണ്. ആ ശ്രീഹരി അല്ലെ ശ്രീ വിഷ്ണുവാണ്. ആ ശ്രീ വിഷ്ണുവോടുകൂടി ഞാൻ എന്ത് ചെയ്യും? അതാണ് എനിക്ക് സന്തോഷം നൽകാൻ പോകുന്നത്. ആ വിഷ്ണുവോടുകൂടി ഞാൻ ക്രീഡിക്കും. ഇനി 41. സംസാരമെന്ന കിണറ്റിൽ വീണവനും ഇന്ദ്രിയ സുഖങ്ങളാൽ അപഹരിക്കപ്പെട്ടവനും കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ടവനുമായ ആത്മാവിനെ രക്ഷിക്കാൻ വിഷ്ണുവല്ലാതെ വേറെ ആരാണ് ഉള്ളത്? സംസാരമാകുന്ന കിണറ്റിൽ വീണ്, നമ്മളെല്ലാം സംസാരമാകുന്ന കിണറ്റിലാണ് കിടക്കുന്നത്. ഇന്ദ്രിയ സുഖങ്ങളാൽ അപഹരിക്കപ്പെട്ടവനാണ്. നമ്മളെല്ലാം ഇന്ദ്രിയ സുഖങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. കാലമാകുന്ന സർപ്പത്തിൻ്റെ വായിലകപ്പെട്ടവണ്. കാലം ഓരോ ദിവസവും നമ്മളെ ആയുസ് കുറച്ച് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മളെ രക്ഷിക്കാൻ, ആ ആത്മാവിനെ, നമ്മളെ ശരീരത്തെ രക്ഷിക്കാനല്ല, ആ ആത്മാവിനെ രക്ഷിക്കാനും വിഷ്ണുവിനല്ലാതെ വേറെ ആരാണ് ഉള്ളത് എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. 42. ഈ ജഗത്തിനെ കാലമാകുന്ന പാമ്പ് വിഴുങ്ങുന്നത് മനസ്സിലാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം പാഠമിതാണ്, കാലമാകുന്ന പാമ്പ് ഈ ജഗത്തിനെ വിഴുങ്ങുന്നത് മനസ്സിലാക്കുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിൽ നിന്നും വൈരാഗ്യം ലഭിക്കുന്നു. അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ സമസ്ത ലോകങ്ങളിൽ നിന്നും നമുക്ക് വൈരാഗ്യമുണ്ടാകുന്നത്. ഈ ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു താല്പര്യവുമില്ല. കാരണം ഈ ലോകത്തെ തന്നെ കാലം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്തുമ്പോൾ പ്രളയം നടന്നിട്ട് അവിടെ പോയി ജയിക്കും, എല്ലാം ഇല്ലാതാകും. ഈ സത്യമെല്ലാം മനസ്സിലാക്കുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിൽ നിന്നും വൈരാഗ്യം ലഭിക്കും. എപ്പോൾ? ഈ സത്യം മനസ്സിലാക്കുമ്പോൾ. കാരണം എന്തുകൊണ്ടാണ്? ആ ആത്മാവിനെ രക്ഷിക്കുന്നത് ആത്മാവ് തന്നെ എന്ന് ബ്രാഹ്മണർ പറയുന്നു. വിവരമുള്ളവർ പറയുകയാണ്,
ആത്മാവിനെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ് ഞാൻ. ആത്മാവിനെ രക്ഷിക്കാൻ ആത്മാവിന് മാത്രമേ പറ്റുകയുള്ളൂ. ആത്മാവാണ് ഈശ്വരനാണ്. ഈശ്വരനാണ് പറ്റുകയുള്ളൂ, അല്ലെ ആത്മാവിനെ പറ്റുകയുള്ളൂ. ഇനി 43 ഇപ്രകാരം അവൾ ഭർത്താവിലുള്ള ദുരാശയെ വിട്ടിട്ട്, ഭർത്താവ്, ദാമ്പത്യ ജീവിതം ഇതുമായിട്ടുള്ള ദുരാശയെല്ലാം വിട്ടുകൊണ്ട്, ഭർത്താവിനെ ചിന്തയുള്ള കാമമെല്ലാം വിട്ടുകൊണ്ട് അവളുടെ ശാന്തിയായി, അപ്പം മനസ്സ് ശാന്തിയായി. അതോടെ അവൾ കിടക്കയിൽ വീണു. അതെല്ലാം വിട്ടിട്ട് ശാന്തമായിട്ട് കിടക്കയിൽ വീണു. ആയതിനാൽ 44 ആഗ്രഹം എന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ അമിതമായ അധികമായിട്ട് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ദുഃഖം നൽകും. ആഗ്രഹങ്ങൾ ദുഃഖം നൽകും. അധികമായ ആഗ്രഹം ഉണ്ടാകുന്നതോറും അമിതമായ ദുഃഖം നൽകുന്നതാണ് ആഗ്രഹം. ആശ നശിക്കുമ്പോഴാണ് ഉത്തമ സുഖം ലഭിക്കുക. ഉത്തമ സുഖം ലഭിക്കണമെങ്കിൽ നമ്മളിലുള്ള ആശ നശിക്കണം. ഇതെല്ലാം അവൾ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? നമ്മളെ സന്യാസിക്ക്, അവധൂതന്. ഇനിയോ അങ്ങനെ പിങ്കള എന്ന വേശ്യ, ഇവളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അങ്ങനെ പിങ്കള എന്ന വേശ്യ കാമവിഷയമായ ആശയെ തീരെ ഒഴിഞ്ഞ്, കാമെല്ലാം പൂർണ്ണമായിട്ട് വിട്ട്, ആ ആശയെല്ലാം പൂർണ്ണമായി വിട്ടപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ അവൾ പ്രശ്നമൊന്നുമില്ല, അവൾ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങി.